നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ജില്ലയാണ് കൊല്ലം. എന്തുകൊണ്ടാണ് കൊല്ലത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം വരുന്നത്? അവിടെ ഇടതുപക്ഷവും UDF തമ്മിലുള്ള ഫൈറ്റിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റുകളല്ല നമ്മളെ അവിടെ അത്ഭുതപ്പെടുത്തുന്നത്. CPM-ൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് മാറി UDF-ലേക്ക് എത്തിയ RSPയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ സംശയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടു കൂടി വീക്ഷിക്കുന്നത്. നമുക്ക് ഒന്ന് പറയാം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അതായത് 2026 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനായിരിക്കും ഇവിടെ കൊല്ലം വേദിയാകുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിടെ RSP എന്ന് പറയുന്ന ഒരു പാർട്ടി രണ്ട് തട്ടായി മാറാൻ പോകുന്നു, ഒരു വലിയ പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയാണ് ആ RSP പിളർപ്പിലേക്ക് പോവുക? നിലവിൽ UDF-ൻ്റെ എല്ലാ ആനുകൂല്യവും പറ്റി ഒരിടത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് ഈ നമ്മുടെ പ്രധാനികളിൽ ഒരാളായ NK പ്രേമേന്ദ്രൻ. ഒരു പകുതി BJP, പകുതി കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന ഒരു നേതാവ്. അതോടൊപ്പം തന്നെ അതേപോലെ പ്രമുഖനായ മറ്റൊരു നേതാവാണ് ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന നേതാവ്. ബേബി ജോണിൻ്റെ മകൻ RSPയുടെ ചവറയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തവണ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി. എന്നാൽ ഇതെങ്ങനെയാണ് മാറ്റമുണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ നയിക്കുന്ന അല്ലെങ്കിൽ RSP എന്ന് പറയുന്ന പാർട്ടി കൊല്ലം ജില്ലയിൽ പരാജയപ്പെട്ടാൽ RSP എന്ന് പറയുന്ന പാർട്ടിയിൽ വീണ്ടും ഒരു ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നു. ആ ഭിന്നിപ്പിൻ്റെ ഭാഗമായി RSPയുടെ മൂല്യങ്ങളും RSPയുടെ എല്ലാ തരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കലും ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം അഭിരമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ ദൗർബല്യമോ ഒന്നുമില്ലാത്ത ഒരു പാർട്ടി തന്നെയാണ് RSP. എന്നാൽ നമുക്കറിയാം, RSP എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് UDF-ലേക്ക് എത്തിയതിനു ശേഷം കേരളത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു വളർച്ച നേടാൻ കഴിയാതെ പോവുകയും, വളർച്ച നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മുരടിച്ചു പോവുകയും അല്ലെങ്കിൽ താഴോട്ട് വളരുകയും ചെയ്ത ഒരു പാർട്ടിയായി തന്നെയാണ് RSP എന്ന് പറയുന്ന പാർട്ടിയെ നമ്മളിപ്പോൾ കാണുന്നത്. കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും RSPയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. RSP-L-ഉം RSPയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് RSP-L-ആണ്. കുഞ്ഞുമോനാണ്, കോവൂർ കുഞ്ഞുമോനാണ് അവിടെ നിന്ന് മിക്കപ്പോഴും നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. എന്നാൽ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഇരവിപുരം മണ്ഡലം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ അതിനു മുൻപ് ലീഗ് ഉണ്ടായിരുന്നു. ലീഗിന് ശേഷം അവിടെ RSP മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് ആ ലീഗും RSPയും കൂടി അവിടെ മത്സരിക്കുകയായിരുന്നു. അതായത് അന്ന് LDF-നൊപ്പം നിന്ന RSP-ആണ്. അവിടെ വിജയിച്ചുകൊണ്ടിരുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്നത് RSP തന്നെ ആയിരുന്നു. ആ മണ്ഡലത്തിൽ CPM മത്സരത്തിനിറങ്ങി RSP UDF-ലേക്കും പോയി. ആ ഒരു മത്സരം വന്നതിന് ശേഷം ഇതുവരെയായി RSPക്ക് അവിടെയൊന്നും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഇരവിപുരം മണ്ഡലം RSPക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കരുതാം. ചവറയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ചവറയിൽ സുജിത്ത് വിജയൻപിള്ള എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ തവണ തന്നെ സുജിത്ത് വിജയൻപിള്ള അവിടെ നിന്ന് വിജയിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോഴും ചവറ എന്ന് പറയുന്നത് RSPയുടെ ഈറ്റില്ലം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോലും RSPക്ക് ജയിക്കാൻ കഴിയാതെ പോകുന്ന ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചവറ എന്ന് പറയുന്ന പ്രദേശത്ത് RSPക്ക് വലിയ തോതിലുള്ള ഒരു വേരോട്ടമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിൽ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അവിടെ ഈ പറയുന്ന നിരവധിയായ പ്രവർത്തകർ RSPക്കാർ തന്നെയുണ്ട്. RSPക്കാർ നിരവധിയുള്ള ഒരു പ്രദേശം തന്നെ, മണ്ഡലം തന്നെയാണ് ഈ ചവറ. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് RSP അവിടെ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും കുഴയ്ക്കുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ RSPയിലുള്ളവർക്ക് ഇപ്പോഴും, അതായത് ഇടത് മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന RSPയിലെ സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാട്ടം UDF-ലേക്കുള്ള RSPയുടെ ഈ ചാട്ടം അത്ര ഭംഗിയുള്ളതായോ അത്രയ്ക്ക് പ്രത്യയശാസ്ത്രപരമായോ തോന്നുന്നില്ല. അങ്ങനെയുള്ള RSPയിലെ നേതാക്കന്മാരെ വിജയിപ്പിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഉറച്ചു പറയുന്നവർ തന്നെയാണ് അവിടെയുള്ള RSPക്കാർ. അവരവരുടെ വോട്ടിങ്ങിലൂടെ തന്നെയാണ് അത് അവർ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തൽക്കാലം നിങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചവറയിൽ പോലും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചുകൊണ്ട് RSP നേതാക്കന്മാർക്ക് നിൽക്കേണ്ട ഗതികേട് ഉണ്ടാവുന്നത്. ഇനി ഇവിടേക്ക് നോക്കിക്കോളൂ, ഇരവിപുരം നൗഷാദ് എന്ന് പറയുന്ന CPM-ന്റെ ഒരു നേതാവിനോട്, സ്ഥാനാർത്ഥിയോട് മുട്ടാൻ പോയിട്ട് നേരെ നിന്ന് നോക്കാനുള്ള കെൽപ്പ് പോലും ഇല്ലാത്ത ഒരു വിഷ്ണുമോഹൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് RSP. എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വേറൊരു സംസാരമുണ്ട്. ആ സംസാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM-ഉം RSPയിലെ ഷിബു ബേബി ജോണും തമ്മിൽ ഒരു ധാരണ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ആ ധാരണ? ആ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ചവറയിൽ നിന്ന് വിജയിക്കുക എന്നുള്ളത് അഭിമാന പ്രശ്നമാണ്. ഈ മത്സരം ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെ ഷിബു ബേബി ജോണിന് എങ്ങനെയും ഈ ഇത്തവണ ചവറയിൽ നിന്ന് വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നൗഷാദ് എന്ന് പറയുന്ന ഇരവിപുരത്തെ സ്ഥാനാർത്ഥി 100% വിജയിക്കും. എങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ ചെറിയ തോതിലെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ വിഷ്ണുമോഹന് ലഭിക്കേണ്ടിയിരിക്കുന്ന RSPയുടെ വോട്ടുകളെല്ലാം തന്നെ നേരെ നൗഷാദിലേക്ക് എത്തിക്കുകയും തുടർന്ന് നൗഷാദിനെ ഇരവിപുരത്ത് നിന്ന് MLA ആക്കി പറഞ്ഞു വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് അങ്ങോട്ട് വെച്ചിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. അവിടെ നിന്നുകൊണ്ട് നേരെ തിരിച്ച് അതിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഷിബു ബേബി ജോണിനെ ചവറയിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ട നീക്കങ്ങൾ CPM നടത്തണം എന്നുള്ളതുമാണ് ഷിബു ബേബി ജോൺ വെച്ചിരിക്കുന്ന മറ്റൊരു തീരുമാനം. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്ന് ഇൻ കേസ് ഷിബു ബേബി ജോൺ ഇത്തവണ കൂടി പരാജയപ്പെട്ടാൽ, ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അടുത്ത ഒരു അവസരത്തിലെങ്കിലും ഈ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഒരു മുന്നണി ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് UDF-മായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട്, തന്നെയുമല്ല ഇത്തവണ വലിയ പ്രാതിനിധ്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി, അതും വിമത സ്ഥാനാർത്ഥിയാണ്, CPM-ൽ നിന്ന് കൊഴിഞ്ഞുപോയി ഒടുവിൽ CPM-മായി പ്രശ്നമുണ്ടാക്കി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പയ്യന്നൂരിൽ നിന്നുകൊണ്ട് പിന്താങ്ങുക അല്ലെ പിന്തുണയ്ക്കുക എന്ന ഗതികേടാണ് ഇപ്പോൾ RSP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പം വടക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം RSP കുറഞ്ഞുപോയി എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അതും ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളാൻ ഷിബു ബേബി ജോൺ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലെങ്ങനെയാണ് ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഷിബു ബേബി ജോൺ ജയിച്ചതെന്ന് വിചാരിക്കുക, ഒറ്റ MLA മാത്രമാണ് ഉണ്ടാവുക. ആ MLA എങ്ങനെ അവിടെ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന UDF-ൽ നിൽക്കുന്നിടത്തോളം കാലം വലിയ ഗുണകരമായ കാര്യമൊന്നുമല്ല. ഇതോടുകൂടി ഇനി നിൽക്കാൻ പോകുന്നൊരു കാര്യം, ഇതിൽ NK പ്രേമചന്ദ്രൻ ഒന്നുകിൽ UDF-ൽ തന്നെ തുടരുകയും ഷിബു ബേബി ജോൺ പതുക്കെ കളം മാറി ചവിട്ടിക്കൊണ്ട് ഒരു ഇടത് പക്ഷത്തേക്ക് ചേക്കേറാനുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലൊരുങ്ങുന്നത്. ഇനിയിപ്പോൾ ഒരു പരാജയം പരാജയപ്പെടേണ്ടി വന്നിരുന്നാലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമോ അതോ ഇതോ ഒക്കെ നൽകാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ LDF-നെ പിന്തുണച്ചുകൊണ്ട് മിക്കപ്പോഴും ഈ ഷിബു ബേബി ജോൺ ഇങ്ങോട്ടേക്ക് മറിയാൻ തന്നെയാണ് സാധ്യത. കാരണം യാതൊരു അധികാരവുമില്ലാതെ, ഒരു MLA പോലും ഇല്ലാതെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന മുന്നണിയിൽ ഈ RSP എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന ഞാണ്ട് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. 14 മുതൽ 26 വരെയുള്ള ഈ കാലത്ത് ഒരിക്കൽ പോലും ഷിബു ബേബി ജോൺ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വെറും ഒരു നേതാവ്, ഒരു പാർട്ടിയുടെ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ യാതൊന്നും കഴിക്കാൻ ഇതുവരെ ഷിബു ബേബി ജോണിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ പറയുന്ന ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കളിയാണ് ഇപ്പോൾ ശരിക്കും കൊല്ലത്ത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ കളിയിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നമ്മൾ ചർച്ച ഇനിയും കേരളത്തിൽ ഒരുപക്ഷെ കാര്യമായി ചർച്ച ചെയ്യപ്പെടാനുള്ളത്. അതോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ RSP കൃത്യമായ ഒരു നീക്കം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഷിബു ബേബി ജോൺ ഈ പറയുന്ന LDF-ലേക്ക് ചുവടുമാറ്റം നടത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തെ രാഷ്ട്രീയക്കാർ ഏറെ ആശങ്കയോടെയും ഏറെ പ്രതീക്ഷയോടും കൂടി നോക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.